യാഗമുള്ളിടത്തത്രേ പുരോഹിതന്മാരുടെ ആവശ്യം. എന്നാൽ അവസാന യാഗമായിട്ട് യേശുക്രിസ്തുവിന്റെ യാഗത്താൽ സമ്പൂർണ്ണത വന്നെങ്കിൽ ഇനി പാപമോചനത്തിനായിട്ട് പാപപരിഹാരത്തിനായിട്ട് ഒരു യാഗമില്ലാത്തത് കൊണ്ട് പൗരോഹിത്യം എന്നേക്കുമായിട്ട് ദൈവം നീക്കിക്കളഞ്ഞു. ആകിയാൽ പുരോഹിതന്മാർ ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും പൗരോഹിത്യത്തിന് കീഴിലിരിക്കുന്നെങ്കിൽ നിങ്ങൾ ദൈവത്തിന് മുമ്പ് കുറ്റക്കാരാണ്. ഇനിയും എന്താണ്? പ്രവൃത്തിയാലല്ല വിശ്വാസത്തിലത്രേ ദൈവത്തിന്റെ മുമ്പിലുള്ള പാപമോചനം, ദൈവത്തോടുള്ള നീതീകരണം. ആകിയാൽ യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ ആ തിരുശീല കീറി ദൈവത്തിന് നമ്മളോടുള്ള ശത്രുത്വം നീക്കപ്പെട്ടത് വഴി ഇന്ന് നിങ്ങൾ ആരെങ്കിലും തിരശ്ശീലയ്ക്ക് പുറകിലിരിക്കുന്നുവെങ്കിൽ, ഇനി ഞായറാഴ്ച ദിവസം പള്ളിയിൽ പോകുമ്പോൾ ഒരു തിരശ്ശീല അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ നെഞ്ചത്തടിച്ചൊന്ന് കരഞ്ഞോണം. എന്റെ കർത്താവേ, 2000 വർഷങ്ങൾക്ക് മുമ്പ് നീ തിരശ്ശീല കീറി കളഞ്ഞതാ. ഇപ്പോഴും ഞാൻ ഈ തിരശ്ശീലയ്ക്ക് പുറകിലിരിക്കുന്നവനല്ലയോ ഞാൻ പാപിയും ദോഷിയുമായിട്ടിരിക്കുന്നത്. എനിക്കിനി ഇത് വേണ്ട, ഈ മതവിശ്വാസം എനിക്ക് വേണ്ട, എനിക്കൊരു പാപമോചനം വേണം. ഇന്ന് ഞാൻ മരിച്ചാൽ നരകത്തിലല്ല, എന്റെ കർത്താവിനോട് കൂടെ പൗലോസിന്റെ സാക്ഷ്യത്തോടുകൂടി കടന്നു പോകാൻ എന്നെ സഹായിക്കണമേ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു മരിച്ചു നമ്മുടെ പാപത്തിന്റെ ശിക്ഷയേറ്റത് വഴി അതിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനം സൗജന്യമായിട്ട് കൊടുക്കാൻ ദൈവത്തിന് പ്രസാദം തോന്നി.